ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉച്ചയൂണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. വലുതായിട്ട് സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ അതേണ്ട ഞാൻ നമ്മുടെ കൂമ്പുണ്ടല്ലോ, ആ കൂമ്പെടുത്ത് ഒന്ന് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം കൊത്തിപ്പൊടിച്ചൊക്കെ എടുത്തിട്ട് അത് ജസ്റ്റ് ഇച്ചിരി വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മൾ തേങ്ങാപ്പീര, കൊച്ചുള്ളിയും നല്ല ജീരകവും ഇട്ട് പച്ചമുളകും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് വെന്ത് കഴിയുമ്പം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിത് കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പീര ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ചാണ് ഇട്ടതെങ്കിൽ തേങ്ങാപ്പീര ഇടുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൂമ്പ് തോരൻ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഇതിനകത്തുനിന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ വെള്ളം ഉണ്ട്, അതൊന്ന് വറ്റി വരണം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൂടി വെച്ചൊന്ന് വെള്ളം വറ്റി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ നമുക്ക് കുറച്ച് കൊച്ചുമത്തി കിട്ടിയിട്ടുണ്ട്. കൊച്ചുമത്തി അപ്പം നല്ല മത്തിയാണ് കേട്ടോ, നല്ല മയമുള്ള. ചില മത്തി ഉണ്ട് ഇങ്ങനെ നല്ല കല്ല് പോലെ ഇരിക്കുന്ന, അങ്ങനത്തെ എല്ലാം നല്ല ഫ്രഷ് നല്ല മയമുള്ള മത്തിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് പീര വറ്റിക്കാമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? നമ്മൾ തേങ്ങാപ്പീരയും കൊച്ചുള്ളിയും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേണ്ട, ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുക. അതിനകത്തോട്ട് പിന്നെ ഇത് നമ്മൾ മീനിലോട്ട് ഇടുക. അതിനുശേഷം തക്കാളി, പച്ചമുളക്, വടക്കംപുളി ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടുതൽ, ഇച്ചിരി പുളി മുന്തി നിൽക്കണം കുറച്ച്, അതിനുള്ള ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഞെവിടിയെടുക്കുക. പിന്നെ 2 കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണം എടുത്ത് ഒന്ന് ചതച്ച് അതിനകത്തോട്ടിടുക. ഇത്രയും മതി. നല്ലവണ്ണം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഞെവിടി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഒരു ബൗളിൽ കുറച്ച് വെള്ളം അത് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒരു ബൗളിലുള്ള വെള്ളം നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതൊരു പറ്റിച്ച് വെക്കാമെന്ന് പറയും, പീര വറ്റിക്കാമെന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ പീര വറ്റിക്കുന്നതിനുള്ള ചേരുവകളെല്ലാം ചേർത്ത് സെറ്റാക്കി, പിന്നെ കറിവേപ്പിലയൊക്കെ ലാസ്റ്റ് ഇടാം. നമ്മൾ വേറെ കൊച്ചുള്ളിയൊന്നും വഴറ്റി ചേർക്കത്തൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ആ വെള്ളം വറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ കൂമ്പ് ഏകദേശം ആ പീരയുമായിട്ടെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ തൂകണമല്ലോ. അപ്പോൾ അത് നമ്മളിങ്ങനല്ല, നമ്മളത് താളിച്ചാണ് കൂമ്പ് തോരനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആ മീൻ പീര തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ ഈ മീൻ പീര ഉണ്ടല്ലോ, മത്തിയിലാണത് സ്പെഷ്യൽ. അപ്പോൾ അതെല്ലാവരും കൊച്ചുമത്തി കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സവാളയാണെങ്കിലും കൊച്ചുള്ളി ആണെങ്കിലും ഇതൊന്നും അരിഞ്ഞ് വഴറ്റിയൊന്നും എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇതുപോലൊന്ന് പറ്റിച്ചെടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് വലിയ ഓയിലൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് മത്തി എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക, പൊരിക്കാൻ വേണ്ടി, ഫ്രൈ ചെയ്യാൻ വേണ്ടി. നമ്മളെല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ചിലവർ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം, മല്ലിപ്പൊടി ഇടത്തില്ല, ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇടും. ഞാൻ പക്ഷേ ഇച്ചിരിയും കൂടെ ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടാൻ വേണ്ടി, ഇച്ചിരിയും കൂടെ ഗ്രേവി അരപ്പ് വരാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ അതിനകത്തൊരു അരപ്പ് ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതങ്ങനെ വെക്കുക. ഒരിച്ചിരി നേരം വെച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറികളെല്ലാം ആകും. പിന്നെ ചോറ് ഈ പറഞ്ഞ പോലെ റൈസ് കുക്കറിൽ 2 തിള ഇല്ല ഒറ്റ തിള തിളപ്പിച്ച് വെച്ചതേ ഉള്ളൂ. ഇനി ഒരു തിളയും കൂടെ തിളപ്പിച്ച് വെക്കുമ്പോഴത്തേക്കിന് 3 തിളയാണ്. 3ാമത്തെ തിളയ്ക്ക് നമുക്ക് അടച്ചിടാൻ പറ്റും. അങ്ങനെ നമ്മുടെ മീനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ മീൻപീര അവിടെ കിടന്ന് നല്ലോണം തിളച്ച് വറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു സ്രാവ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഈ മുളകും മല്ലിയും വറുത്ത് കറി വെക്കത്തില്ലേ, അപ്പോൾ അതേ മോഡലിൽ ഞാൻ കറി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചതല്ല, മുളകും മല്ലിയും കൂടെ പ്രത്യേകം, മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ പ്രത്യേകം മൂപ്പിച്ചിട്ട് അത് കലക്കി പുളിയും തക്കാളിയും പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മീൻ കഷ്ണം നല്ല കിളുന്ന സ്രാവ് അത് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് അത് കഷ്ണിച്ച് അത് ആ പീസ് അതിനകത്തിട്ട് കൊടുത്തിട്ട് അതിലോട്ട് അതൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ അതിൽ നമ്മുടെ തേങ്ങാപ്പീര, ജസ്റ്റ് വേറെ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് തേങ്ങാപ്പീര നന്നായിട്ട് അരച്ച് അത് ഒന്നെങ്കിൽ തേങ്ങാപ്പാലായിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ആ അരപ്പോട് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു മീൻകറി അവിടെ സെറ്റാകും. പിന്നെ അത് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ഇച്ചിരി ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇച്ചിരി ഒന്ന് വറ്റി വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്രാവ് കറി മുളക് കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീൻപീര ഏകദേശമൊക്കെ തിളച്ച് വറ്റിയൊക്കെ വരുന്നുണ്ട്. തിളച്ച് നല്ലോണം ഇങ്ങനെ നമുക്കറിയാമല്ലോ കുമിള വരുന്നത്. ആ സമയം കൊണ്ട് ഞാൻ ആ പറഞ്ഞ ചോറ് തിളപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻപീരയ്ക്കകത്തൊരു ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, നമ്മുടെ നാടൻ കറിവേപ്പില ആയതുകൊണ്ട് കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതും ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻപീരയും ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഇച്ചിരി ഓയിലും കൂടെ, എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നിടം വരെയും ബൈ.